എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അത് ആർട്ടിക്കിളാണ് സെഡിഷൻ എന്ന ഒരു രാജ്യദ്രോഹത്തെ കുറിച്ചിട്ടുള്ളത്. എന്താണ് സെഡിഷൻ എന്നും, അല്ലെങ്കിൽ എന്നു മുതലാണ് ഈ സെഡിഷന്റെ തുടക്കം എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് സെഡിഷൻ എന്ന് ആദ്യം നോക്കാം. സെഡിഷൻ പറയുന്നു, ഹു എവർ ബൈ വേർഡ്സ് either spoken or written or by signs or by visible representation or otherwise brings or attempts to bring into hatred or contempt or excites or attempts to excite the disaffection towards the government established by law in India. അതായത് ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും രാജ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെയുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ ഡിസഫെക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെളിവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മീഡിയ വഴി, അതായത് വിസിബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ സ്പോക്കണോ റിട്ടണോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഒരാൾ പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കണം? സെഡിഷൻ ആയിട്ട് കണക്കാക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഏതെങ്കിലും ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, കാരിക്കേച്ചറുകൾ, സിനിമകൾ, പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗങ്ങൾ ഒക്കെയും രാജ്യത്തിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന നിയമത്തിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ നിയമം മൂലം സ്ഥാപിതമായ ഗവൺമെന്റിനെതിരെയുള്ള ഡിസഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആളിക്കത്തിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാന്ദി കുറിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് സെഡിഷൻ. ഇത് പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകരമായിട്ടാണ്. അല്ലെങ്കിൽ ഫൈനും, അല്ലെങ്കിൽ ഫൈനും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളിലേക്കാണ് ഈ സെഡിഷൻ പോകുന്നത്. എന്നാൽ ഈ സെഡിഷന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? സെഡിഷൻ ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് രാജ്യത്ത് നിന്ന്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഉണ്ടായ ഒരു നിയമമല്ല. വർഷങ്ങൾക്ക് മുൻപ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് നേടുന്നതിനും വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം നൂറ്റാണ്ടിന് മുൻപ് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സാധ്യതയായിരുന്നു സെഡിഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1800-കളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ, ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമവ്യവസ്ഥയായിരുന്നു അന്നത്തെ സെഡിഷൻ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ അത്തരത്തിലുള്ള ഒരു സെഡിഷനെ നമ്മളുടെ ഇന്ന് എന്താണ് പ്രത്യേകത? അന്ന് മുതലേ ഇതൊരു പല തലത്തിലുള്ള ഒരു കേസുകൾക്കും വ്യവഹാരങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അന്നു മുതൽ എന്താണ്, ജനങ്ങൾക്ക് സംസാരിക്കുവാനുള്ള അവകാശങ്ങളെയാണ് ഗവൺമെന്റ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എടുത്തു കളയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പം എങ്ങനെയാണ് എടുത്തു കളഞ്ഞുകൊണ്ടിരുന്നത്? ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ, അത്തരത്തിലുള്ള ജനങ്ങളുടെ സംസാര ശേഷിയെ ഇല്ലാതാക്കുക എന്ന ഒരു സാധ്യത എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രീ ഇൻഡിപെൻഡന്റ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസുകളുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊരു തുടങ്ങിയ ഒരു കാലഘട്ടം നമുക്ക് നോക്കാം. ഏകദേശം 1830-കളിൽ 1837-ൽ തോമസ് മെക്കാളയുടെ അദ്ദേഹത്തിന്റെ ഫേമസ് മെക്കാളെ മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ 1835-ൽ ആണ് അദ്ദേഹം ഈ ഒരു സെഡിഷനെ കുറിച്ചിട്ടുള്ള ഒരു സാധ്യത കൊണ്ടുവന്നത്. സെഡിഷൻ വാസ് പ്ലേസ്ഡ് ഇൻ, അതായത് 1835-ൽ തോമസ് മെക്കാളെ അദ്ദേഹം ഇന്ത്യൻ എഡ്യൂക്കേഷന് വേണ്ടുന്ന ഒരു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് എഴുതുന്നു. അതിനുശേഷം 1837-ലെ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 113 ആയിട്ട് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ബുക്കുകളിൽ സ്ഥാനം നേടിയ ഒന്നാണ് ഈ സെഡിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെടുകയും 1870-ൽ ഇത് വീണ്ടും ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സർ ജെയിംസ് സ്റ്റീഫൻ ആണ്. സർ ജെയിംസ് സ്റ്റീഫൻ
സ്റ്റീഫൻ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ബ്രിട്ടീഷ് രാജിന്റെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1898 ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു അമെൻമെന്റുകൾ സംഭവിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടൈം ലൈനിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അതായത് 1835 നമ്മളുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫേമസ് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന മിനിറ്റ്സിൽ 1835 ഇദ്ദേഹം തോമസ് മെക്കാളെ കോഡ് ചെയ്തതായിരുന്നു 1837 സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡിൽ സ്ഥാപിതമായിട്ടുള്ള 113 സെക്ഷനിലുള്ള സെഡിഷൻ. അത് പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെടുകയും 1870 സർ ജെയിംസ് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഇറ്റ് ഗോട്ട് reintroduced into Indian statute in 1870. 1870 വീണ്ടും സർ ജെയിംസ് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ട് ബുക്കിലേക്ക് ഈ സെഡിഷൻ എന്ന ഒരു സാധ്യത വീണ്ടും ഉൾക്കൊള്ളിച്ചു. The provision regarding the sedition was not contained in the original Indian Penal Code. It was introduced in 1870 when section 124A under the head note exciting disaffection was made a part of chapter 6 of the code, which deals with offences against the state. Section 124A was subsequently amended in 1898. The new section differed from the repealed section in 3 ways. അതായത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ അല്ലെങ്കിൽ ഒറിജിനൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത്തരത്തിലുള്ള 1800 ഒറിജിനൽ പീനൽ കോഡിൽ ഇതില്ലായിരുന്നു, അതിൽ സെഡിഷൻ എന്നൊരു സാധ്യത ഇല്ലായിരുന്നു. എന്നാൽ 1837 കൊണ്ടുവന്ന ഇന്ത്യൻ പീനൽ കോഡിൽ 1800 സെക്ഷൻ 113 ആയിട്ട് ഇത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ സെഡിഷൻ വാസ് നോട്ട് കണ്ടെയ്ൻ ദ ഒറിജിനൽ IPC എന്ന് പറഞ്ഞ 1835 മിനിറ്റ്സിലാണ് ഇല്ലാതിരുന്നത്. That can be treated as the original penal code. 1837 സെക്ഷൻ 113 വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുകയും 1870 സർ ജെയിംസ് സ്റ്റീഫൻ വീണ്ടും ഇത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 1898 ശക്തമായിട്ടുള്ള ഒരു അമെൻമെന്റുകൾ ഈ ഒരു സെഡിഷനെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 3 ചേഞ്ചുകളാണ് ഉണ്ടായത്. ഒന്ന്, in the repealed section, the offense consisted of exciting or attempting to excite feeling of disaffection. In the present section, in addition to this, feeling of hatred or contempt was made punishable. Originally എന്തായിരുന്നു? ഡിസഫെക്ഷൻ മാത്രമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എന്തായിരുന്നു? വെറുപ്പിന്റെയും അല്ലെങ്കിൽ കോടതി പോലുള്ള സാഹചര്യം, ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസിനെതിരെ പ്രവർത്തിക്കുന്ന ഏതും എന്തായി മാറി? സെഡിഷനായി മാറി. In the old section, the object of the feeling was the government established by law in British India. In the new section, in addition to this, Her Majesty is also made the object of such feeling. നേരത്തെ അതിന്റെ കാര്യം മാത്രമായിരുന്നു പറഞ്ഞതെങ്കിൽ രണ്ടാമത്തെ വീണ്ടും അല്ലെങ്കിൽ ഈ അമെൻമെന്റിന് ശേഷം ഒരു ഹെർ മജസ്റ്റി അല്ലെങ്കിൽ ക്വീനിന്റെ എതിരെയുള്ള സംസാരവും എന്തായിരിക്കും? സെഡിഷന്റെ പരിധിയിൽ വരുന്നു എന്ന ഒരു സാധ്യതയിലേക്ക് ഈ സെഡിഷൻ എന്ന ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ഡ്രക്കോണിയൻ ലോയുടെ ഒരു സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുകയാണ് 1898 സംഭവിച്ചത്. The offense under the old section was designated exciting disaffection by its head note. Under the new one it's called sedition. പേര് തന്നെ അമെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തു. അതായത് 1898 മുതൽ ശക്തമായിട്ട് ഇന്നും നിലവിലുള്ള ഒരു നിയമമാണ് സെഡിഷൻ. ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇതിന് പ്രധാനപ്പെട്ട എന്താണ് കേസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കേസുകൾ കണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കണം. അതിന്റെ ഉത്തരം അല്ലെങ്കിൽ കോടതിയുടെ നടപടികൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു പ്രീ ഇൻഡിപെൻഡന്റ് കാലഘട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു ക്വീൻ എംപ്രസ് വേഴ്സസ് ജോഗേന്ദ്ര ചുന്ദാർ ബോസ് ആൻഡ് അതേഴ്സ്. ക്വീൻ എംപ്രസ് ജോഗേന്ദ്ര ചുന്ദാർ ബോസ് ആൻഡ് അതേഴ്സ്. ഇതിന്റെ ആവശ്യം എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ അപകടം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ
ഒരു ബംഗാളി മാഗസിന്റെ എഡിറ്റർ ആയിരുന്നു ജോഗേന്ദ്ര ചുന്ദർ എന്ന് പറയുന്നത്. ഹി വാസ് എ കൈൻഡ് ഓഫ് എഡിറ്റർ ഓഫ് എ ബംഗാളി മാഗസിൻ. 1891 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ, അതായത് വിച്ച് വാസ് പ്രിസൈസ്ലി അഗെയിൻസ്റ്റ് ഏജ് ഓഫ് കൺസെന്റ് ആക്ട് ഓഫ് 1891. 1891 ഏജ് ഓഫ് കൺസെന്റ്, ദ ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, ഏജ് ഓഫ് കൺസെന്റ് ആക്ടിനെതിരെ അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള കേസായിട്ട് വന്നത്. ഇതിനകത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് വന്നപ്പോൾ ഈ ജോഗേന്ദ്ര ചുന്ദർ എഴുതിയ ആർട്ടിക്കിൾ അല്ല, അദ്ദേഹം പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ മാത്രമാണത്. അപ്പൊ പബ്ലിഷർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സെഡീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് എഴുതുന്നതിന് മാത്രമാണ് ഒരു സെഡിഷൻ കേസ് ആപ്ലിക്കബിൾ ആവുക. അത് ഞാൻ പബ്ലിഷ് ചെയ്തു എന്നൊരു സാഹചര്യം മാത്രമേ ജോഗേന്ദ്ര ചുന്ദർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ കോടതിയുടെ ഉത്തരം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എഴുതിയ ആളുകളും ആളിന് സഹായം ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുവാൻ ജോഗേന്ദ്ര ചുന്ദർ ബോസിന്റെ മാഗസിൻ ശ്രമിച്ചു അല്ലെങ്കിൽ മാഗസിൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഡിസഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ച എഴുത്തുകാരനൊപ്പം തന്നെ കുറ്റക്കാരനാണ് ഇതിന്റെ എഡിറ്ററും എന്നാണ് കോടതിയുടെ വിധി വന്നത്. അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി അല്ലെങ്കിൽ അന്നത്തെ കൽക്കത്ത ഹൈക്കോടതി ഒരിക്കലും ലെജിറ്റിമേറ്റ് ക്രിറ്റിസിസത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഡിസഫെക്ഷനെ കുറിച്ചും കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ലെജിറ്റിമേറ്റ് ക്രിറ്റിസിസം അല്ല ഇവിടെ സംഭവിച്ചത്. ഇറ്റ് ഇനിഷ്യേറ്റഡ് വയലൻസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങൾക്കെതിരെയുള്ള വിപ്ലവാത്മകമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടുന്ന തലത്തിലുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത പബ്ലിഷറും എന്താണ് ഇതേ കുറ്റക്കാരനാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കേസായിരുന്നു ക്വീൻ എംപ്രസ് വേഴ്സസ് ബാൽ ഗംഗാധർ തിലക് ആൻഡ് കേശവ മഹാദേവ് ബെൽ ഇൻ 1897. 1897 ബാലഗംഗാധര തിലകനും കേശവ മഹാദേവ് ബെല്ലും ചേർന്നിട്ടുള്ള ഒരു കേസായിരുന്നു. ഈ കേസിൽ എന്താണ്, ബാൽ ഗംഗാധർ തിലക് വാസ് ട്രൈഡ് ഫോർ സെഡിഷൻ alleged to incitement through speech that led to killing of 2 British officials. 2 ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ 2 ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെ മരണത്തിന് കാരണമാക്കിയത് ഇദ്ദേഹത്തിന്റെ സ്പീച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സുപ്രീം കോടതി, ബോംബെ ഹൈക്കോടതി agreed with the definition of disaffection put forwarded in the Jogendra Chundar judgment. അതായത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസവും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഡിസഫെക്ഷനെയും പിന്തുണച്ചുകൊണ്ട് ക്വീൻ എംപ്രസ് വേഴ്സസ് ബാൽ ഗംഗാധർ തിലക് ആൻഡ് കേശവ് മഹാദേവ് ബെൽ 1897 കോടതി വിധി എത്തുകയും ചെയ്തു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ബാലഗംഗാധർ തിലക് എംപറർ 19 വേഴ്സസ് എംപറർ 1917 കേസിൽ എത്തുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് എന്താണ്, അദ്ദേഹത്തിന്റെ ആവശ്യമായിട്ടുള്ള സെൽഫ് റൂൾ അല്ലെങ്കിൽ സ്വരാജ്യ എന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായി എഴുതുകയും അശക്തമായി നിലകൊള്ളുകയും ചെയ്തു. അത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തിലകൻ ഇതിനകത്ത് എക്സ്പ്ലിസിറ്റ്ലി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ബ്രിട്ടീഷ് രാജ്യത്തോടും ബ്രിട്ടീഷ് രാജ്ഞിയോടും കൂറു പുലർത്തുകയും എന്നാൽ അദ്ദേഹം സിവിൽ സർവീസിനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് രാജാവിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെയോ കുറ്റം പറഞ്ഞില്ല, പകരം എന്താണ്, സിവിൽ സർവൻസിനെ മാത്രമാണ് ഇദ്ദേഹം കുറ്റം അല്ലെങ്കിൽ വിമർശിച്ചത്. അപ്പം ഡിവിഷൻ ബെഞ്ച് ബോംബെ ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുകയും ആ കേസിൽ ഉത്തരവായത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന സിവിൽ സർവീസുകൾ അല്ല സിവിൽ സർവന്റുകൾ will be acting upon the advice of government. അപ്പം ഈ സിവിൽ സർവന്റിനെ വിമർശിക്കുന്ന ഓരോ വിമർശനവും ആരെ തന്നെയാണ് വിമർശിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ, ഗവൺമെന്റിനെ തന്നെയാണ് വിമർശിക്കുന്നത്. സോ ഇറ്റ് വുഡ് ബി ട്രീറ്റഡ് ആസ് സെഡിഷൻ. ഇങ്ങനെ ഒരു സാധ്യതയിൽ കൂടിയാണ് ഈ ഒരു രീതിയിലേക്ക് പോയത്.
എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ മൗലികമായ അവകാശമായിട്ടുള്ള 119(1) ക്ലോസ് സബ് ക്ലോസ് എയുടെ വയലേഷനെയാണ് അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു ശക്തമായിട്ടുള്ള ടൂൾ ആയിരുന്നു. റീസണബിൾ റെസ്ട്രിക്ഷൻസിനല്ല മുൻതൂക്കം കൊടുത്തത്, പകരം ഗവൺമെന്റിനെതിരെയുള്ള ഏതൊരു വോയിസിനെയും സപ്രസ് ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു സെഡിഷൻ എന്ന കേസിന്റെ അല്ലെങ്കിൽ സെഡിഷൻ എന്ന നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്കറിയാം നമുക്ക് ഒരുപാട് കേസുകൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇത് കേസുകൾ ഉണ്ടാവാൻ ഏറ്റവും ആദ്യത്തെ ഒരു കേസായിരുന്നു താരാ സിംഗ് ഗോപിചന്ദ് വേഴ്സസ് ദ സ്റ്റേറ്റ് 1951 CRI LG 449. ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു കേസായിട്ട് 124A അടിസ്ഥാനത്തിലുണ്ടായ കേസ് എന്ന് പറയുന്നത്. 124A സെഡിഷൻ. ഇപ്പൊ ഇത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ബ്രിട്ടീഷ് പ്രസിഡൻസിലുള്ള ബ്രിട്ടീഷ് പാരമ്പര്യത്തിലുള്ള ഇത്തരത്തിലുള്ള നിയമത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാര്യം ഇറ്റ് ഈസ് വയലേറ്റിംഗ് ആർട്ടിക്കിൾ 19(1) സബ് ക്ലോസ് എ. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ എന്ത് ചെയ്തു? 1951 പാർലമെന്റ് കൂടിയപ്പോൾ തന്നെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1951 വാസ് പാസ്ഡ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? ആർട്ടിക്കിൾ 19 ക്ലോസ് 2 റീസണബിൾ റെസ്ട്രിക്ഷൻസിനെ അമെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം റീസണബിൾ റെസ്ട്രിക്ഷൻസിനെ അമെൻഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 നമ്മൾ റീസണബിൾ റെസ്ട്രിക്ഷൻസിനെ അമെൻഡ് ചെയ്യുകയും ചില രാജ്യത്തിനെതിരെയുള്ള ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ് അത്തരത്തിലുള്ള ഏതൊരു സാഹചര്യത്തെയും കട്ടയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1951 മുന്നോട്ട് വന്നത്. അപ്പൊ അതിനകത്ത് ആർട്ടിക്കിൾ 19 ക്ലോസ് 2 വാസ് സെക്യൂർ. ആർട്ടിക്കിൾ ഒറിജിനലി എന്തായിരുന്നു? Article 19 clause 2 were security of the state, defamation, contempt of court and decency and morality. പക്ഷേ പിൽക്കാലത്ത് അമെൻമെന്റിന് ശേഷം അമെൻമെന്റ് ആക്ട് introduced to add certain other grounds as well on the grounds of public order, relation with foreign states, incitement to an offense, these are all to curtail the freedom of speech and expression. അതായത് റീസണബിൾ റെസ്ട്രിക്ഷൻസിലേക്ക് ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഈ പറയുന്ന വസ്തുതകൾ കൂടി ആഡ് ചെയ്യുകയും ആളുകൾക്ക് സപ്പോർട്ടീവായിട്ട് 124A സപ്പോർട്ടീവായിട്ടുള്ള അമെൻമെന്റുകൾ കൊണ്ടുവരികയും ചെയ്തു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കേസായിരുന്നു ഡേവി സോറൻ വേഴ്സസ് ആൻഡ് അതേഴ്സ് വേഴ്സസ് ദ സ്റ്റേറ്റ് 1954-758. എന്തായിരുന്നു ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത്? ഹി വാസ് എൻ ആദിവാസി ലീഡർ. അദ്ദേഹത്തിന് എന്താണ് ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഇൻഫ്ലമേറ്ററി സ്പീച്ച് എന്ന ബേസിൽ ഇദ്ദേഹത്തെ 124A ചാർജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പട്ന ഹൈക്കോർട്ട് made clear distinction between disapprobation and disaffection and held that only disaffection leads to public disorder. അതിനായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്രൊബേഷനും ഡിസഫെക്ഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അതിർവരമ്പുകൾ പാട്ന ഹൈക്കോടതി കൊണ്ടുവരികയും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസഫെക്ഷൻ മാത്രമാണ് പബ്ലിക് ഡിസോർഡേഴ്സിന് കാരണമുണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ കാരണങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ദാറ്റ് വുഡ് നമുക്ക് 124A ആപ്ലിക്കബിൾ ആണ് എന്ന് പട്ന ഹൈക്കോടതിയുടെ വിധി ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിൽ ഡിസഫെക്ഷൻ കൊണ്ടുവരുമ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1A വയലേഷൻ ആണ് എന്ന് വ്യാഖ്യാനിക്കാനും പറ്റില്ല എന്ന ഒരു സാധ്യത പാട്ന ഹൈക്കോടതി മുന്നോട്ട് വെച്ചു. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ് കേദാർനാഥ് സിംഗ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവിഷൻ ബെഞ്ച് ആയിരുന്നു അതിന് വിധി ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് 124A Kedarnath Singh, who was a member of Forward Communist Party of Bihar, was charged with sedition for making insulting speeches against the ruling Indian national government. Indian National Congress government inedire അല്ലെങ്കിൽ he was a member of parliament. He was a member of Forward Communist Party of Bihar, and who he was charged with sedition for making insult speech against the government
in power. That is particularly Indian National Congress government. Apex Court കോടതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കോടതി clarified that the sedition section 124A could not be used to stifle free speech. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിൽ 124A ആപ്ലിക്കബിൾ ആണെങ്കിൽ ഈ സെഡിഷ്യസ് സ്പീച്ച് ഇൻ ക്വസ്റ്റ്യൻ ലെഡ് ടു ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ്. ഇദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ വയലേഷൻ അല്ലെങ്കിൽ വയലൻസിന് മുൻതൂക്കം കൊടുക്കുകയോ അല്ലെങ്കിൽ വയലൻസിന് ആഹ്വാനം നൽകുകയോ ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് ഒരു തരത്തിൽ ഒരു 124A അല്ലെങ്കിൽ സെഡിഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിലേക്ക് വയലൻസിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് ഓർഡറിനെ തകരുമാറാക്കുന്ന തരത്തിലേക്ക് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഒരു ഗവൺമെന്റിനെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരിക്കലും സെഡിഷനായി വരില്ല എന്നതായിരുന്നു ഈ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ കാതൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് കൺസൾട്ടേഷൻ പേപ്പർ ഓൺ സെഡിഷൻ പബ്ലിഷ്ഡ് ഓൺ ഓഗസ്റ്റ് 30, 2018. ഇതിന്റെ അകത്ത് ഒരു ആവശ്യം എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് ദാറ്റ് while retaining the offense of sedition was essential to protect national integrity. രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുവാൻ ഒരു പരിധി വരെയും എന്ത് ആവശ്യമാണ്? 124A ആവശ്യമാണ് എന്ന ഒരു റെക്കമെൻഡേഷൻ ആണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2018 ഓഗസ്റ്റ് 30 പുറത്തിറക്കിയ കൺസൾട്ടേഷൻ പേപ്പറിൽ വെച്ചിരുന്നത്. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ള ചർച്ചകളും അല്ലെങ്കിൽ കോടതികളിലേക്കുള്ള വ്യവഹാരങ്ങളിലും നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്തു പോയേ മതിയാകുകയുള്ളൂ. കാരണം ഇത് ഏതെങ്കിലും ഒരു കാരണത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് എടുത്തു കളയുകയും പുതിയ അതിനനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുകയും ചെയ്യുമായിരിക്കാം. 2008 ഏകദേശം 14 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ ഒരു നിയമം അവരുടെ നിയമപുസ്തകങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും എന്നാൽ ഇന്ത്യ ഇന്നും ഇത് ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന ഒരു സാധ്യതയിലേക്ക് ചിന്തിക്കുമ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇനിയും രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഒരു ഹിന്റാണ് അവിടെ നൽകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫേവർ ആയിട്ടും ഓപ്പോസിറ്റ് ആയിട്ടും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ദ ലോ കീപ്സ് എ ചെക്ക് ഓൺ ആന്റി നാഷണൽ സെസഷനിസ്റ്റ് ആൻഡ് ടെററിസ്റ്റ് എലിമെന്റ് ദാറ്റ് ക്യാൻ ഹാമ്പർ ദ പബ്ലിക് ഓർഡർ ആൻഡ് ഇൻസൈറ്റ് വയലൻസ് ആൻഡ് ഇൻഡ്യൂസ് എനിമിറ്റി. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരെ അല്ലെങ്കിൽ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ചിത്രശക്തികളെ തടഞ്ഞു നിർത്താൻ 124A ഒരു പരിധിവരെ രാജ്യത്തിന് ആവശ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് രാജ്യത്തിന്റെ ആന്റി നാഷണൽ സെസഷനിസ്റ്റിനെ അല്ലെങ്കിൽ ആന്റി നാഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ ആന്റി നാഷണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ ഏതിനാണ് സാധിക്കുക? ഈ ഒരു നിയമത്തിനാണ് സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മതവർഗീയ മൗലികവാദങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തിനെ കീറിമുറിക്കാനുള്ള ഏതൊരു നയത്തിനെതിരെയും ശക്തമായി 124A നിൽക്കാനാവും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ടഡ് ഗവൺമെന്റ് which could otherwise be attempted to be overthrown out using illegal and violent means. ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സ്റ്റെബിലിറ്റിയെയും സഹായിക്കുന്നത് 124A ആണ്. പലപ്പോഴും ഈ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ പവർ ചെയ്ത് പുറത്തു കളയാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ടൂളാണ് 124A. It is an alignment with contempt of court. Elected government is an important part of executive. Hence, the contempt of government can be checked. അതായത് ഇതിനെ നമുക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയുള്ള ഇലക്ടഡ് ഗവൺമെന്റ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എക്സിക്യൂട്ടീവ്. സോ ഇതാണ് നമുക്ക് വേണമെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടുമായിട്ട് വേണമെങ്കിൽ അലൈൻ ചെയ്യും. ഗവൺമെന്റിനെതിരെയുള്ള ഏതൊരു നിഷേധവും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ 124A സഹായിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ എതിർവശങ്ങളായിട്ട് ചില അഭിപ്രായങ്ങൾ ഉണർന്നു വരുന്നുണ്ട്.
As the seeds the sedition law were sown in colonial times, it is often described as a draconian law that can be used against what is otherwise is constitutionally guaranteed freedom of speech and expression. അതായത് ഇതൊരു ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സപ്രസ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൊളോണിയൽ നയത്തിന്റെ ഒരു റിസൾട്ടാണ്, അല്ലെങ്കിൽ കൊളോണിയൽ നയം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കൊളോണിയൽ നയത്തിനെതിരെ അല്ലെങ്കിൽ കൊളോണിയൽ നയ ഇന്നും ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മൗലികമായ അവകാശങ്ങളിൽ ഒന്നായിട്ടുള്ള ആർട്ടിക്കിൾ 19(1)(a), അതായത് നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു മൗലികമായ അവകാശത്തിനെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്നതാണ് ഒരു വാദമായിട്ട് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ill effect on constructive criticism, as noted by the Supreme Court views that there are different from governments don't mean seditious. Therefore, sedition laws can demotivate legal and lawful criticism. പലപ്പോഴും ഒരു ഹെൽത്തി പ്രാക്ടീസ് ആണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു ഡെമോക്രസിയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് അഭിപ്രായത്തിലുള്ള വൈവിധ്യം ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഡിസെന്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് തന്നെയാണ്. എതിർക്കാനുള്ള അവകാശം ഉണ്ടാവും. അത് ലോഫുൾ ആയിട്ടുള്ള എതിർപ്പുകളെ സപ്രസ് ചെയ്യാൻ ഇത് ഉപയോഗിച്ചേക്കാം. അതും എന്താണ് ഇതിന്റെ ഒരു അപകടകരമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ്, as we said, 2009 itself, Britain repealed this Sedition Act, but India is taking care with 124(a) along their route. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നടപടികളെ സപ്രസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 124(a) വേണം. പക്ഷേ വിച്ച് ഈസ് വയലേറ്റിംഗ് ആർട്ടിക്കിൾ 19(1)(a) എന്നാണ് ഇവിടുത്തെ അഭിപ്രായം, അല്ലെങ്കിൽ ഒന്നാമത്തെ അഭിപ്രായമായിട്ട് എടുത്തു പറയുന്നത്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നത് ഇത് അബ്സല്യൂട്ട് അല്ല എങ്കിൽ പോലും 19(2) പ്രകാരം റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനെ പോലും സപ്രസ് ചെയ്യാൻ 124(a) ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേദനയായിട്ട് എടുത്തു പറയുന്നത്. To penalize the offender for disrupting public order, IPC and unlawful activities prevent act have provision that can take care of punishment. ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഓർഡറിന് ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആഹ്വാനത്തിനെതിരെ എടുക്കുവാൻ വേണ്ട മുൻകരുതലുകളും നിയമവ്യവസ്ഥകളും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് തന്നെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യം, അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, UAPA പോലുള്ള നിയമങ്ങൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നതിന് അപ്പുറത്തേക്ക് 124(a) എന്ന ഒരു സാഹചര്യം ഉപയോഗിക്കുന്നത് പലപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന്റെ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഭാഗമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പോയിന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യസ് റാറ്റിഫിക്കേഷൻ ഓഫ് ദ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് in 1979 should be seen as a right step towards acknowledging freedom of expression. Hence, with the sedition law inactivity could lead to wrong use of law, where people are charged with offense arbitrarily for expressing their opinion. അഭിപ്രായം പറയുമ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആർ ഓൾവേസ് there in the fundamental rights itself. അതിനുശേഷം അതുപോലെ നമുക്കറിയാം UAPA പോലുള്ള ആക്ടുകൾ, ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ പ്രൊവിഷൻസ് നമ്മളുടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാനുണ്ട്. എന്നിരുന്നാലും എന്താണ് ഗവൺമെന്റ്, ഈവൻ ദോ ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു യൂസ് 124(a), അത് പലപ്പോഴും എന്താണ് ജനങ്ങൾക്ക് മുകളിൽ ആർബിട്രറിനെസ് അല്ലെങ്കിൽ ആർബിട്രറി ആയിട്ട് ഇത്തരത്തിലുള്ള കേസുകൾ ചാർജ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന ഒരു ക്രിറ്റിസിസം കൂടി ഈ ഒരു പോയിന്റിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ സെഡിഷൻ എന്ന പോയിന്റുകളുടെ ചില ഇൻസൈറ്റുകൾ എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക. ഇനിയും ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരുവാനുണ്ട്. അപ്പോൾ അതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റുകളും ചേർത്ത് വെച്ച് വായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. താങ്ക് യു all for your time. Have a great day.